ഞാൻ ഭൂമിദേവി. എപ്പോഴെല്ലാം ധർമ്മത്തിന് ച്യുതി സംഭവിക്കുന്നുവോ അപ്പോഴെല്ലാം ഈശ്വരൻ വ്യത്യസ്ത രൂപത്തിലും ഭാവത്തിലും അവതരിച്ചുകൊണ്ടിരിക്കും. ഇത് ചരിത്ര സത്യം. പാണ്ഡ്യരാജ്യത്തു നിന്നും തിരുമല നായകന്റെ ആക്രമണം മൂലം പാണ്ഡ്യരാജ കുടുംബം രാജ്യം ഉപേക്ഷിച്ചു. തിരുവിതാംകൂർ രാജാവിൻ്റെ സഹായത്തോടെ പന്തളം ആസ്ഥാനമാക്കി അവർ ഭരണം നടത്തി വന്നു. പക്ഷേ ആ നാട്ടിൽ കൊള്ളക്കാരുടെയും കാട്ടാനകളുടെയും ഉപദ്രവം രൂക്ഷമായിരുന്നു. ഒരിക്കൽ വെളുത്ത എന്ന അരേ സമുദായത്തിലെ യുവാവ് നാട്ടിലെ വ്യാപാരം കഴിഞ്ഞ് കരിമലയിലെ കാനനപാതയിലൂടെ സഞ്ചരിക്കവേ ഉദയനന്റെ മറവപ്പടയുടെ ദൃഷ്ടിയിൽ അകപ്പെട്ടു. അപകടം തിരിച്ചറിഞ്ഞ് വെളുത്ത പ്രാണരക്ഷാർത്ഥം ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചുവെങ്കിലും മറവപ്പട അവനെ വളഞ്ഞു കഴിഞ്ഞു. തനിക്കിനി രക്ഷയില്ല എന്ന് തിരിച്ചറിഞ്ഞ് വെളുത്ത ഒരു നിമിഷം തന്നെ ഏത് അവസരത്തിലും സംരക്ഷിച്ചു കൊള്ളാമെന്ന് വാക്ക് നൽകിയ മണികണ്ഠസ്വാമിയെ ഓർത്തു. അവൻ തൻ്റെ ഇരു കൈകളും കൂപ്പി മണികണ്ഠസ്വാമിയോടായി പ്രാർത്ഥിച്ചു. വനാന്തരങ്ങളിൽ ധ്യാനനിമഗ്നനായിരുന്ന പൊന്നതമ്പുരാൻ അവൻ്റെ പ്രാർത്ഥന കേട്ടു. പന്തള രാജകുമാരൻ്റെ ഉടവാളാണെന്ന് അടയാളം മനസ്സിലാക്കിയ മറവപ്പട ഉടൻ തന്നെ അവിടെ നിന്നും ഓടി രക്ഷപ്പെട്ടു. പാണ്ഡ്യ രാജാക്കന്മാരുടെ കുലദേവതയായിരുന്നു പളനിമല മുരുകനും മധുര മീനാക്ഷിയും ശ്രീ ധർമ്മശാസ്താവും. പരശുരാമ പ്രതിഷ്ഠിതമെന്ന് വിശ്വസിക്കപ്പെടുന്ന ശബരിമല ശാസ്താക്ഷേത്രം പണ്ട് മുതൽക്കേ പന്തളത്ത് വസിക്കുന്ന പാണ്ഡ്യവംശജരുടെ ആരാധനാമൂർത്തിയായിരുന്നു. അവർ തൻ്റെ കുലദേവനായി ശാസ്താവിനെ സ്വീകരിച്ച് രാജ്യഭരണം നടത്തി വന്നു അത്രേ. ഏതാണ്ട് 10-ാം നൂറ്റാണ്ടായപ്പോഴേക്കും ചോള സൈന്യാധിപനായ ഉദയൻ്റെയും മറവപ്പടയുടെയും അക്രമങ്ങൾക്ക് പന്തളം ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ വിധേയമായി. തമിഴ്നാട്ടിൽ നിന്നും വന്ന ഉദയനും കൂട്ടരും ക്രമേണ ഈ പ്രദേശത്ത് ആധിപത്യം ഉറപ്പിച്ചു. എന്നാൽ പന്തള രാജാവായ രാജശേഖര അവർകളെ ഈ വാർത്ത അസ്വസ്ഥമാക്കിയിരുന്നു. രാജശേഖര അവർകൾ സർവാത്മന തൻ്റെ കുലദേവതയായ ശാസ്താവിനെ അഭയം പ്രാപിക്കുക മാത്രമേ വഴിയുണ്ടായിരുന്നുള്ളൂ. തമിഴ്നാട്ടിൽ നിന്നും കേരളത്തിൽ നിന്നുമുള്ള വ്യാപാരികളും യാത്രികരും പണ്ടു മുതൽക്കേ സഞ്ചരിച്ച പാതയായിരുന്ന തലപ്പാറ, ഇഞ്ചിപ്പാറ, കരിമല എന്നിങ്ങനെയുള്ള ഭാഗങ്ങൾ കേന്ദ്രീകരിച്ച് ധാരാളം കോട്ടകൾ ഉദയനൻ പണിതുയർത്തി. ജനങ്ങളെ കൊള്ളയടിക്കുകയും ആക്രമിക്കുകയും ഉദയനും കൂട്ടർക്കും പതിവായിരുന്നു. ഒടുവിൽ അയാൾ ശബരിമലയിലെത്തുകയും ക്ഷേത്രവും വിഗ്രഹവും നാമാവിശേഷമാക്കുകയും പൂജാരിയെ വധിക്കുകയും ചെയ്തു. ഇതിനെല്ലാം ദൃക്സാക്ഷിയായ പൂജാരിയുടെ മകനായ ജയന്തൻ നമ്പൂതിരി അത്ഭുതകരമായി രക്ഷപ്പെട്ടു. തൻ്റെ പിതാവിനെ വകവരുത്തിയ ഉദയനോടുള്ള പ്രതികാരബുദ്ധി ജയന്തനെ സ്വയം പര്യാപ്തത ആർജിക്കാനും ആയോധനകലകൾ പരിശീലിക്കാനും പ്രേരിതമാക്കി. അവൻ വനാന്തരങ്ങളിൽ ആരുടെയും കണ്ണിൽപ്പെടാതെ യാത്ര തിരിച്ചു. ഒളിവിൽ കഴിയുമ്പോഴും ജയന്തൻ്റെ ലക്ഷ്യം ഉദയനെ വധിക്കുക, ശബരിമലയിൽ ക്ഷേത്രം പുനർനിർമ്മിക്കുക മാത്രമായിരുന്നു. ഒരു പൂംവഴിക്കായി ശാസ്താവിനെ ഭജിച്ചു പോന്നു. തൻ്റെ ലക്ഷ്യം സഫലമാക്കാൻ പല രാജാക്കന്മാരെയും സമീപിച്ചുവെങ്കിലും അവരാരും ജയന്തനെ സഹായിച്ചില്ല. കാരണം ഉദയനൻ അതിശക്തനായിരുന്നു. നിരാശനായ ജയന്തൻ പൊന്നമ്പലമേട്ടിൽ താമസിക്കുകയും
സ്വയം അസ്ത്രശസ്ത്രങ്ങൾ പരിശീലിക്കുകയും ചെയ്തിരുന്നു. ഒടുവിൽ ജയന്തൻ സ്വയം ഉദയനെ വകവരുത്താനായി പുറപ്പെട്ടു. പക്ഷേ ഉദയൻ്റെ സൈന്യബലം അപാരമായിരുന്നു. അവിടെ വെച്ചവൻ ഒരു സുന്ദരിയായ പെൺകുട്ടിയെ തടവറയിൽ പാർപ്പിച്ചത് കാണാനിടയായി. അവൾ മായാദേവി തമ്പുരാട്ടിയായിരുന്നു. ഉദയനൻ പന്തളം കൊട്ടാരം ആക്രമിച്ച് രാജകുമാരിയെ തട്ടിക്കൊണ്ടുവന്നതായിരുന്നു. ശേഷം ജയന്തൻ അവളെ അവിടെ നിന്നും രക്ഷപ്പെടുത്തി പൊന്നമ്പലമേട്ടിൽ കൊണ്ടുപോയി. ജയന്തൻ തമ്പുരാട്ടിക്ക് മാറാനായി വസ്ത്രം നൽകി. ശേഷം ഇരുവരും തങ്ങൾ ആരാണെന്ന് അന്യോന്യം വെളിപ്പെടുത്തി. കാട്ടിൽ ക്ഷീണിതരായ നിദ്രയിലാണ്ട ഇരുവർക്കും കിരാതശാസ്താവിൻ്റെ സ്വപ്നദർശനമുണ്ടായി. ഭഗവാൻ ഇരുവരും വിവാഹം കഴിക്കാൻ നിർദ്ദേശിച്ചു. ഉടൻ തന്നെ താൻ അവരുടെ പുത്രനായി ജനിക്കുമെന്നും ഉറപ്പു നൽകി. നിദ്രയിൽ നിന്നുണർന്ന ഇരുവരും തങ്ങളുടെ സ്വപ്നദർശനം പങ്കുവച്ചു. ഭഗവാന്റെ നിർദ്ദേശം പോലെ അവർ വിവാഹിതരായി. അധികം താമസിയാതെ ആ ദമ്പതികൾക്ക് ഒരു കുഞ്ഞ് ജനിച്ചു. ജയന്തനും മായത്തമ്പുരാട്ടിയും ഭഗവാന്റെ നിർദ്ദേശപ്രകാരം പന്തള രാജാവിൻ്റെ ശ്രദ്ധയെ ആകർഷിക്കത്തക്ക വിധം കുഞ്ഞിനെ രഹസ്യമായി പമ്പാസരസിൽ കൊണ്ടുകിടത്തി. സന്താന സൗഭാഗ്യമില്ലാതിരുന്ന പന്തള രാജാവ് ആ തേജസ്വിയായ കുഞ്ഞിനെ സ്വീകരിക്കുകയും ഉടൻ തന്നെ കൊട്ടാരത്തിലെത്തിച്ച് നടന്ന സംഭവം മുഴുവനും രാജ്ഞിയുമായി പങ്കുവച്ച് ഇരുവരും സ്വന്തം പുത്രനായി അവനെ വളർത്തിപ്പോന്നു. മണികണ്ഠനെന്ന് ഓമന പേരുള്ള ആ കുഞ്ഞിന് തങ്ങളുടെ കുലദേവനായ ശാസ്താവിൻ്റെ നാമങ്ങളിൽ ഒന്നായ ആര്യനെന്ന് നാമകരണം നൽകി. ആര്യന് വേണ്ട വിദ്യാഭ്യാസവും ആയോധനകലകളും രാജശേഖർ അവർകൾ നേരിട്ടും മറ്റ് പ്രഗത്ഭരുടെയും നേതൃത്വത്തിൽ പരിശീലിപ്പിച്ചു. കൂടെ ആര്യൻ്റെ ഉള്ളിൽ ധർമ്മബോധവും പകർന്നു നൽകാൻ പന്തളരാജൻ മറന്നിരുന്നില്ല. അതേസമയം ആര്യൻ്റെ പിതാവായ ജയന്തൻ താൻ ആരാണെന്ന സത്യം മറച്ചുവെച്ച് ആയോധന വിദ്വാൻ എന്ന വിധം പന്തളം കൊട്ടാരത്തിൽ എത്തിച്ചേരുകയും ആര്യനെ ധനുർവിദ്യ അഭ്യസിപ്പിക്കുകയും ചെയ്തു. മാത്രമല്ല ഉദയനൻ എന്ന കൊള്ളക്കാരനെ ഉന്മൂലനം ചെയ്യേണ്ട ആവശ്യകതയും ശബരിമല ക്ഷേത്രം പുനർനിർമ്മിക്കണമെന്നതിൻ്റെ പ്രാധാന്യവും ജയന്തൻ അവനെ ധരിപ്പിച്ചു. അങ്ങനെ അവൻ വില്ലാളി വീരനായി വളർന്നു. പന്തള രാജാവിൻ്റെ സൈന്യത്തിലെ യോദ്ധാക്കളെ പോലും പരിശീലന യുദ്ധത്തിൽ പരാജയപ്പെടുത്തി. ആര്യനെ സൈന്യാധിപനാക്കി മാറ്റാൻ രാജാവ് കൽപ്പിച്ചു. ആര്യൻ കേരളവർമ്മൻ എന്ന സ്ഥാനപ്പേര് നൽകി അവനെ ആദരിച്ചു. ജനങ്ങൾ അവനെ വാനോളം വാഴ്ത്തി ഉത്സവമാക്കി ആഘോഷിച്ചു. പന്തളം രാജ്യത്തെ കൊള്ളക്കാരുടെ നരനായാട്ട് അവസാനിപ്പിക്കണം. അതിനായി പന്തള രാജകുമാരനെ വേമ്പനാട്ട് കായലോരത്തെ വിശ്വസുന്ദര ഗ്രാമമായ മുഹമ്മയിൽ പ്രശസ്തമായ ചീറപ്പഞ്ചര കളരിയിൽ അകമ്പടികളോടെ യാത്രയച്ചു. ഈഴവ പ്രമാണികളായ ചീറപ്പഞ്ചര പണിക്കർ ഗുരുക്കളും അദ്ദേഹത്തിൻ്റെ സന്തതി പരമ്പരകളും കടത്തനാടൻ കളരിയിൽ അഗ്രഗണ്യരായിരുന്നു. ദേശവാസികൾക്ക് മാത്രമേ കളരിയിൽ പ്രവേശനമുള്ളൂ. മാത്രമല്ല കളരിയിലെ യോദ്ധാക്കളിൽ മല്ലനെയും വില്ലനെയും പരാജയപ്പെടുത്തി കഴിവ് തെളിയിക്കുകയും വേണം. ചീറപ്പഞ്ചര പണിക്കരുടെ മകളായിരുന്നു പൂങ്കുടി അഥവാ ലളിതാംബിക. അംഗലാവണ്യത്തിലും കളരിയഭ്യാസത്തിലും അവളെ വെല്ലാൻ മല്ലനും വില്ലനും പോലും സാധിച്ചിരുന്നില്ല. കളരിമുറയിലെ പ്രത്യേക അഭ്യാസമായ പുഴിക്കടകൻ പ്രയോഗിച്ച് അവൾ ഇരുവരെയും നിഷ്പ്രയാസം കീഴ്പ്പെടുത്തുമായിരുന്നു. ഇതൊന്നും അറിയാതെ മുഹമ്മയിൽ എത്തിച്ചേർന്ന ആര്യനും കൂട്ടരും വഴിയമ്പലത്തിൽ നിരാശരായി നിന്നു. ആര്യനെ കണ്ട ആ നാട്ടുകാരനായ വെളുത്ത എന്ന യുവാവിന് ആ കൗമാരക്കാരനോട് പ്രത്യേക ആത്മബന്ധം തോന്നി. സ്വന്തം സഹോദരൻ എന്ന വിധം ശബരി എന്ന പേരിൽ ചീറപ്പഞ്ചിറ ഗുരുക്കളുടെ മുന്നിൽ അവതരിപ്പിച്ചു. പ്രദേശവാസികളെ മുഴുവൻ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ശബരി മല്ലനെയും വില്ലനെയും കീഴ്പ്പെടുത്തി. ജനങ്ങൾ കൈയടിച്ചും ആരവമൊഴുക്കിയും ആഘോഷിച്ചു. നാട്ടുപ്രമാണിമാരും ശിഷ്യഗണങ്ങളും ചീറപ്പഞ്ചിറ ഗുരുക്കളും മകൾ ലളിതാംബികയും ശബരിയുടെ മെയ്വഴക്കത്തിൽ അത്ഭുതപ്പെട്ടു.
ഗുരുക്കൾ തൻ്റെ മകൾ പൂങ്കുടിയെ വിളിച്ച് ശബരിയുടെ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കാനായി ഏൽപ്പിച്ചു. അവൻ്റെ മധുര സംഭാഷണം സഹപാഠികളെയും പ്രദേശവാസികളെയും വല്ലാതെ ആകർഷിച്ചു. അവൾ അവനായി പ്രത്യേക മധുരപലഹാരങ്ങൾ നൽകിയിരുന്നു. ശേഷം പൂങ്കൊടിയുടെ മനസ്സിൽ അവനോടായി പ്രത്യേകം താല്പര്യം തോന്നി തുടങ്ങി. അവൾ അവനായി പൂഴിയങ്കം ഉൾപ്പെടെയുള്ള അതിഗൂഹ്യമായ ആയോധന പാടവങ്ങൾ പഠിപ്പിച്ചു. അവൾ അവനോടായി തൻ്റെ മനസ്സ് തുറന്നു. അവളുടെ ഉള്ളം പറഞ്ഞ മണികണ്ഠസ്വാമി അവളിൽ നിന്നും ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചു. നീക്ക് ശബരിയോടായി ഒരു കൂട്ടം പറയാനുണ്ട്. എങ്ങനെയാ പറയേണ്ടത് നീക്കറിയില്ല. ശബരി അവളുടെ അപേക്ഷ നിരസിച്ചു. താൻ ആരാണെന്നും തൻ്റെ ജന്മോദ്ദേശം അവളോടായി തുറന്നു പറഞ്ഞു. എല്ലാം മാറി നിന്ന് ഗുരുക്കളും മനസ്സിലാക്കി. ഉന്നത പഠനം പൂർത്തിയാക്കിയ ആര്യനെ കൂട്ടിക്കൊണ്ടുപോകാൻ പന്തളം കൊട്ടാരത്തിൽ നിന്നും സൈന്യാധിപന്മാർ എത്തിച്ചേർന്നു. ஐயா ராசா, எங்களை விட்டு போகாதப்பா, நீதான் நம்ம கடவுள் சாமி. എല്ലാവരോടും യാത്ര പറഞ്ഞ് മണികണ്ഠൻ പന്തളത്തേക്ക് മടങ്ങി. ഇതിനിടെ മഹാറാണിക്ക് ഒരാൺകുഞ്ഞ് പിറന്നു. പേര് രാജരാജൻ. മണികണ്ഠന് രാജരാജനെ ഏറെ പ്രിയമായിരുന്നു. അവനും അതുപോലെ തന്നെ. മണികണ്ഠൻ രാജാവായാൽ തൻ്റെ കുതന്ത്രങ്ങളൊന്നും നടക്കില്ലെന്ന് മനസ്സിലാക്കിയ മന്ത്രി രാജ്ഞിയുടെ മനസ്സിൽ തൻ്റെ വളർത്തുമകനോടുള്ള വിദ്വേഷവിഷം വിതച്ചു. ശേഷം മണികണ്ഠനെ വകവരുത്തുന്നതിനായി ഇരുവരും ചേർന്ന് വിഷം കൊടുത്തും പുലിപ്പാലിനായി കാട്ടിലയച്ചും മറ്റും നടത്തിയ ശ്രമങ്ങൾ വിഫലമായി. ഈ ചെയ്തികളെല്ലാം രാജശേഖരവർകളെ അസ്വസ്ഥനാക്കിയിരുന്നു. എന്നാൽ മണികണ്ഠനെ ഇതൊന്നും ബാധിച്ചിരുന്നില്ല. തൻ്റെ കുലദേവതയെ ആരാധിക്കുന്നതിലും ധർമ്മം പുനഃസ്ഥാപിക്കുന്നതിലുമായിരുന്നു അദ്ദേഹത്തിൻ്റെ ശ്രദ്ധ മുഴുവനും. ഒരിക്കൽ പൂഞ്ഞാർ കൊട്ടാരത്തിലെ രാജാവ് മാനവേദ വിക്രമൻ മധുര മീനാക്ഷിയെ തൊഴുത് തിരിച്ചു വരുന്ന വഴി വണ്ടിപ്പെരിയാറിൽ കാട്ടിനുള്ളിൽ ഉദയനന്റെ കൊള്ളക്കാരാൽ ആക്രമിക്കപ്പെടുകയും തടവിലാക്കപ്പെടുകയും ചെയ്തു. രക്ഷയ്ക്ക് മധുര മീനാക്ഷിയെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന രാജാവിനെ കാട്ടാനപ്പുറത്ത് വന്ന് ശ്രീ ആര്യൻ കേരളവർമ്മൻ രക്ഷിക്കുകയും അക്രമികളെ തുരത്തി ഓടിക്കുകയും ചെയ്തു. തടവിൽ നിന്ന് മാനദേവനെ രക്ഷിച്ച് തൻ്റെ അടയാളമായ ചൂരൽ നൽകി മണികണ്ഠൻ ഇപ്രകാരം പറഞ്ഞു: അങ്ങനെ ഭയമില്ലാതെ കൊട്ടാരത്തിൽ പോയിക്കൊള്ളുക, ബാക്കി ഞാൻ നോക്കിക്കൊള്ളാം. ഈ സമയത്തായിരുന്നു കടൽ കൊള്ളക്കാരനായ വാവർ പന്തളം ആക്രമിക്കാൻ തീരുമാനിച്ചത്. അയ്യപ്പനുമായി യുദ്ധം ചെയ്ത് വാവർ പരാജയപ്പെട്ടു. ശേഷം അയ്യപ്പൻ്റെ ദിവ്യത്വം തിരിച്ചറിഞ്ഞ് ഇരുവരും ഉറ്റ മിത്രങ്ങളായി മാറുകയായിരുന്നു. രാജ്ഞിയുടെ ചെയ്തികളിൽ അസ്വസ്ഥനായിരുന്ന പന്തളരാജൻ മണികണ്ഠനെ യുവരാജാവായി അഭിഷേകം ചെയ്യാൻ തിരുവാഭരണവുമായി കാത്തിരുന്നു. പക്ഷേ മണികണ്ഠൻ പന്തള രാജാവിനോട് തൻ്റെ അവതാര ഉദ്ദേശവും ലക്ഷ്യവും വ്യക്തമാക്കി. ശബരിമലയിൽ താൻ പറയുന്ന സ്ഥാനത്ത് ഒരു ക്ഷേത്രം നിർമ്മിക്കാനും വർഷത്തിലൊരിക്കൽ തന്നെ വന്ന് കാണണമെന്നും അറിയിച്ചു. തനിക്കെതിരായി പ്രവർത്തിച്ചവരെ ശിക്ഷിക്കരുതെന്നും അവർ വെറും നിമിത്തമാണെന്നും ഭഗവാൻ അരുളി ചെയ്തു. ആചാരാനുഷ്ഠാനങ്ങളും
അവിടുത്തെ ഉപദേവതാ സങ്കല്പങ്ങളും ഭക്തജനങ്ങൾ അനുഷ്ഠിക്കേണ്ട വിധികളും പൂജാ സമ്പ്രദായങ്ങളും നിർദ്ദേശിച്ചാണ് മണികണ്ഠസ്വാമി അവസാന യുദ്ധത്തിനായി പുറപ്പെട്ടത്. കായംകുളം, അമ്പലപ്പുഴ, ചേർത്തല, ആലങ്കോട് പ്രദേശങ്ങളിലെ കളരികളിൽ നിന്ന് വിദഗ്ധരായ സൈനിക സഹായം തേടിയ ശേഷം അവർക്ക് വേണ്ട പരിശീലനങ്ങൾ ആര്യൻ നൽകി. പർവ്വതയുദ്ധത്തിൽ നിപുണനായ വലിയ കടുത്ത, വായുയുദ്ധത്തിൽ അഗ്രഗണ്യനായ കൊച്ചുകടുത്ത, ഉടമ്പാറ വില്ലൻ, തലപ്പാറ മല്ലൻ, വാവർ എന്നിവരെ അയ്യൻ സൈന്യത്തലവനാക്കി നിരവധി യോഗങ്ങൾ നടത്തി. എരുമേലി കേന്ദ്രമാക്കി സേനയെ സംഘടിപ്പിച്ച് കാട്ടിലൂടെ നീങ്ങിയെങ്കിലും ഉദയനെതിരെയുള്ള ആദ്യ ആക്രമണം വിജയിച്ചില്ല. വിഷണ്ണനായ മണികണ്ഠന്റെ മുന്നിൽ മുമ്പെങ്ങും കണ്ടിട്ടില്ലാത്ത ഒരു തേജസ്വിയായ ആദിവാസി അമ്മയും ഒപ്പം വേതാളമാവിധം തെയ്യാട്ട വേഷധാരിയായ കിങ്കരനും പ്രത്യക്ഷപ്പെട്ടു. ആ അമ്മ മണികണ്ഠനോടായി ഇപ്രകാരം அருளி செய்து. ஏண்டா மகராசா, நான் இருக்கும்போது நீ பயப்படலாமா? நீ 56 நாள் விரதம் எடுத்து கிராத சாஸ்தாயையும் பத்ரகாளியையும் திருப்திப்படுத்தினாலே போதும். തുടർന്ന് അയ്യപ്പനും കൂട്ടരും 56 ദിവസത്തെ കഠിനവ്രതം അനുഷ്ഠിച്ച് കിരാത ശാസ്താവിനെ തൃപ്തിപ്പെടുത്തി. ഹരിവരാസനം വിശ്വമോഹനം ഹരിതരീശ്വരം ആരാധ്യപാദുകം അരുവിമർദ്ദനം നിത്യനർത്തനം ഹരിഹരാത്മജം ദേവമാശ്രയേ. ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ, ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ. ശേഷം താന്ത്രിക വിധി പ്രകാരം ഭദ്രകാളിയെയും തൃപ്തിപ്പെടുത്തി. ഖണ്ഡേ കാളി മഹാകാളി കാളനീരദവർണ്ണിനി കാളകണ്ഠാത്മജാതേ ശ്രീഭദ്രകാളി നമോസ്തുതേ. ദാരുകാദി മഹാദുഷ്ടദാനൗഖനിഷൂദതേ. കൂടുതൽ സൈനികരെ സ്വരൂപിക്കുക എന്ന ലക്ഷ്യവുമായി മണികണ്ഠനും കൂട്ടരും നാനാഭാഗത്തേക്ക് യാത്ര തിരിച്ചു. ക്ഷണിതനായ മണികണ്ഠൻ എരുമേലിയിലെ പുത്തൻ വീട്ടിൽ വിശ്രമിക്കുകയും ചെയ്തു. ആ വീട്ടിലെ തപസ്വിയായ ഒരു മുത്തശ്ശി കുടിക്കാൻ ദാഹജലം നൽകി മണികണ്ഠനെ സൽക്കരിച്ചു. വന്നതാരാണെന്നറിയില്ലെങ്കിലും കുശലം പറയുന്നതിനിടയിൽ ആ നാട്ടിലെ ജനങ്ങൾ ഒരു കൂറ്റൻ കാട്ടെരുമയുടെ ആക്രമണം മൂലം പൊറുതിമുട്ടിയതായും നിരവധി പേർ കൊല്ലപ്പെട്ടതുമായും മണികണ്ഠൻ അറിയാൻ സാധിച്ചു. പക്ഷേ നിമിഷനേരം കൊണ്ട് ആര്യൻ ആ എരുമയെ വകവരുത്തി. എരുമയുടെ ശിരസും എരുമയെ കൊന്ന വാളും പുത്തൻ വീട്ടിൽ മുത്തശ്ശിക്ക് സമ്മാനമായി നൽകി. കൂടെ ഒരു കുറിപ്പും: ഇനി ഭയപ്പെടാതെ ജീവിക്കൂ, ഞാനുണ്ട് കൂടെ. ആര്യൻ, കേരളവർമ്മ. മുത്തശ്ശി കോരിത്തരിച്ച് നിന്നുപോയി. മഹിഷിയെ കൊന്ന ആ വാൾ ഇന്നും പുത്തൻ വീട്ടിൽ പൂജിക്കപ്പെടുന്നുവത്രേ. മഹിഷിയുടെ നിഗ്രഹത്തിൽ സന്തുഷ്ടനായ നാട്ടുകാർ താളമേളങ്ങളുടെ അകമ്പടിയോടുകൂടി വ്രതാനുഷ്ഠാനങ്ങളോടുകൂടി പേട്ടതുള്ളി. ശേഷം മണികണ്ഠൻ ഒരിക്കൽ കൂടി ചീറപ്പഞ്ചിറ കളരിയിൽ എത്തി. ഉദയനെ വധിക്കുന്നതിനായി ഗുരുവിൽ നിന്നും അനുഗ്രഹം വാങ്ങണം, അനുവാദം ചോദിക്കണം. ഇതായിരുന്നു ലക്ഷ്യം. പക്ഷേ ഗുരുവും കുടുംബവും തറവാടായ കടത്തനാട്ടേക്ക് പോയിരുന്നതിനാൽ അവരെ കാണാൻ സാധിച്ചില്ല. മണികണ്ഠൻ തൻ്റെ ഉടവാളും അരക്കച്ചയും കളരിയിൽ യാത്രാമൊഴിയായി സമർപ്പിച്ച് മലയിലേക്ക് നടന്നു നീങ്ങി. ശേഷം എല്ലാ സൈനിക കൂട്ടങ്ങളും സംശയം തോന്നാത്ത രീതിയിൽ ഗോത്രവർഗക്കാരുടെ വേഷം ധരിക്കാൻ അയ്യൻ അവരോടായി നിർദ്ദേശിച്ചു. ഉദയനെ ആക്രമിക്കുന്നതിനായി അയ്യൻ സൈന്യത്തെ 3 തരംതിരിച്ചു. വാവരുടെ നേതൃത്വത്തിൽ ആലങ്കാട്ട് യോഗവും, കടുത്തയുടെ നേതൃത്വത്തിൽ അമ്പലപ്പുഴ യോഗവും,
വില്ലൻ്റെയും മലൻ്റെയും നേതൃത്വത്തിൽ പന്തളയോഗവും. കാട്ടിനുള്ളിൽ വെച്ച് വന്യമൃഗങ്ങളാലും എതിരാളികളാലും തിരിച്ചറിയാതിരിക്കാൻ സൈനികർ കറുത്ത വസ്ത്രങ്ങൾ ധരിച്ചു. മുഖങ്ങളിൽ ചായം പൂശി അവർ മല കയറി. ഭക്ഷണ സാധനങ്ങളും മറ്റും കറുത്ത തുണിയിൽ പൊതിഞ്ഞെടുത്ത് 2 ഭാഗങ്ങളുള്ള മാറാപ്പായി തലയിൽ കെട്ടിവെച്ച് നടക്കുവാനും അയ്യൻ അവർക്ക് നിർദ്ദേശം നൽകി. നീലിമല കയറി അപ്പാച്ചിമേട്ടിലെ മല പുതത്താൻ സങ്കല്പങ്ങൾക്ക് നിവേദ്യം നൽകാൻ മണികണ്ഠനും കൂട്ടരും മറന്നില്ല. ആകാശത്ത് പരുന്തിനെ കാണുമ്പോൾ സൈനിക നീക്കം നടത്തുവാൻ അമ്പലപ്പുഴ സംഘത്തിനോട് ഭഗവാൻ നിർദ്ദേശം നൽകി. കടത്തനാട്ട് നിന്ന് തിരികെ എത്തിയ ഗുരുക്കൾ അയ്യപ്പസ്വാമിയുടെ അരക്കച്ചയും ഉടവാളും കളരിയിലിരിക്കുന്നത് കണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കി. ഉടനെ തൻ്റെ മകളായ പൂങ്കുടിയെയും ശിഷ്യഗണങ്ങളെയും കൂട്ടി എരുമേലിയിലേക്ക് യാത്ര തിരിച്ചു. ഗുരുവിൻ്റെയും മകളുടെയും സാന്നിധ്യം അയ്യപ്പന് കൂടുതൽ ബലം നൽകി. അങ്ങനെ അവർ ഉദയനൻ്റെ കൊട്ടാരം വളഞ്ഞു. അതിശക്തമായ യുദ്ധം നടന്നു. വാവർ കൊല്ലപ്പെട്ടു. അതിശക്തനായ ഉദയനെ വകവരുത്താൻ പൂങ്കുടി പൂഴിയംഗം പ്രയോഗിക്കാൻ ആര്യനെ ഓർമ്മിപ്പിച്ചു. ആര്യൻ്റെ മുന്നിൽ ഉദയനൻ കീഴടങ്ങി. ഒടുവിൽ ഉദയൻ എന്ന ദുസ്വപ്നം അസ്തമിച്ചു. ആര്യൻ കേരളവർമ്മൻ നീടാഴ്വാഴട്ടെ. മണികണ്ഠസ്വാമി നീടാഴ്വാഴട്ടെ. തൻ്റെ ജന്മോദ്ദേശം പൂർത്തിയാക്കിയ അയ്യപ്പനും കൂട്ടരും യുദ്ധത്തിൽ മരണപ്പെട്ട എല്ലാവർക്കും പമ്പയിൽ മുങ്ങിക്കുളിച്ച് ബലിതർപ്പണം നടത്തി. പമ്പാ സദ്യയും നടത്തി. ശേഷം അവർ മല കയറി തുടങ്ങി. ശരം കുത്തിയിലുള്ള ആൽച്ചുവട്ടിൽ ശരങ്ങൾ ഉപേക്ഷിക്കാൻ കൂട്ടരോട് അയ്യപ്പൻ നിർദ്ദേശിച്ചു. ശബരിമലയിൽ എത്തിച്ചേർന്ന അയ്യപ്പൻ നിശബ്ദനായി അല്പം നേരം ധ്യാനത്തിലിരുന്നു. ശേഷം ആര്യൻ്റെ ആ ദിവ്യമൗനത്തിൽ എല്ലാവരും പങ്കുചേർന്നു. അയ്യൻ തൻ്റെ കൂടെയുള്ളവരോട് താനിനി നാട്ടിലേക്കില്ലെന്നറിയിച്ച് എല്ലാവരോടും മടങ്ങിപ്പോവാനും ആവശ്യപ്പെട്ടു. ക്ഷേത്ര നിർമ്മാണത്തിനായി പന്തള രാജാവ് ശബരിമലയിൽ ചെന്ന സമയത്ത് മണികണ്ഠൻ രാജാവിന് അവസാനമായി ഒരിക്കൽ കൂടി ദർശനം നൽകി. ക്ഷേത്ര നിർമ്മാണ സ്ഥാനം കൽപ്പിച്ച് അയ്യൻ ഇപ്രകാരം പറഞ്ഞു: ക്ഷേത്ര നിർമ്മാണം ഇനി താമസിക്കരുത്. മഞ്ചമാതാവ് എൻ്റെ പാർശ്വവൃത്തിയാണ്. ഇവിടെയുള്ള മറ്റു ഭൂതഗണങ്ങൾക്കും എനിക്കും ഭേദം കൽപ്പിക്കരുത്. ഇത്രയും പറഞ്ഞ് മണികണ്ഠൻ ഒരു ക്ഷുരിക രാജാവിനായി നൽകി വീണ്ടും ധ്യാനത്തിലമർന്നു. ഈ ക്ഷുരിക ഇന്നും ശബരിമലയിൽ ഉണ്ടത്രേ. ക്ഷേത്രം പുനർനിർമ്മിക്കാൻ വട്ടം കൂടിയ സംഘത്തെ 18 മലകളിലെയും ഗോത്രവർഗ്ഗക്കാർ സഹായിക്കാനായി ഓടിയെത്തി. ക്ഷേത്ര നവീകരണം നടക്കുന്ന കാലങ്ങളിൽ പ്രദേശത്ത് ജീവിച്ചിരുന്ന ശൈവസിദ്ധരിൽ നിന്നും യോഗവിദ്യ അഭ്യസിച്ച് മണികണ്ഠൻ ശാസ്താവിനെ ഉപാസിച്ച് യോഗിയായി ജീവിക്കാൻ ആരംഭിച്ചു. ഒടുവിൽ ക്ഷേത്ര നിർമ്മാണം പൂർത്തിയായി. സൂര്യൻ ധനുരാശിയിൽ നിന്നും മകരരാശിയിലേക്ക് നീങ്ങിയ ശുഭമുഹൂർത്തം. മകരമാസത്തിലെ ആദ്യ ദിവസം തന്ത്രിയുടെ നേതൃത്വത്തിൽ ശ്രീ ധർമ്മശാസ്താവിൻ്റെ പുനഃപ്രതിഷ്ഠ നടന്നു. ശേഷം മാളികപ്പുറത്തമ്മയുടെയും. ശരണകീർത്തനം ശക്തമാനസം ശരണലോലുപം. ഈ ചടങ്ങുകളെല്ലാം കഴിഞ്ഞ ഉടനെ പൊന്നമ്പലമേട്ടിൽ ഒരു തീജ്വാല കാണപ്പെട്ടു. പിന്നീട്
ആര്യൻ കേരളവർമ്മനെ ആരും കണ്ടിട്ടില്ല. ഒരുപക്ഷെ ശ്രീ ധർമ്മശാസ്ത്ര വിഗ്രഹത്തിൽ ഭഗവാൻ വിലയം പ്രാപിച്ചു കാണും. ഉപാസകനും ഈശ്വരനും ഒന്നായ നിമിഷം. തത്വമസി. അയ്യന്റെ സമാധി വാർത്ത അറിഞ്ഞ് ലളിതാംബിക ശബരിമലയിൽ എത്തിച്ചേരുകയും ശേഷം അവൾ സന്യാസി ജീവിതം നയിക്കുകയും ധ്യാനനിഷ്ഠയായി മഞ്ചമാതാവിൻ്റെ വിഗ്രഹത്തിൽ വിലയം പ്രാപിക്കുകയും ചെയ്തുവത്രേ. വാവരെക്കുറിച്ചും വ്യത്യസ്തമായ മതങ്ങളാണുള്ളത്. ആര്യൻ്റെ ഭൂതഗണങ്ങളിൽ ഒരാളായ വാപുരനെ വാവരാക്കി മാറ്റിയതാണെന്നും അഭിപ്രായമുണ്ട്. ശബരീശ ദർശനത്തിന് എത്തിച്ചേരുന്ന അമൃത സ്വരൂപികളായ ഭക്തജനങ്ങൾ പടിയേറി എത്തുമ്പോൾ ആദ്യം കാണുന്നത് ഈ സന്ദേശമാണ്. ഭക്തന് ഭഗവാനോളം ഉയരാം എന്ന സന്ദേശം. ആര്യൻ നമ്മെ പഠിപ്പിക്കുന്നതും ഇതേ തത്വം തന്നെ. വ്രതനിഷ്ഠയോടെ നിഷ്കളങ്ക മനസ്സോടെ അയ്യനെ കാണാൻ എത്തുന്ന ഓരോ ഭക്തരെയും അയ്യൻ എന്നും അദൃശ്യനായി നിന്നുകൊണ്ട് സംരക്ഷിക്കുന്നു.